ചരിത്രത്തിലെ ഏറ്റവും വലിയ പുതുവർഷാഘോഷത്തിനാണ് ദുബായ് നഗരം ഒരുങ്ങുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ദുബായ് പോലീസ് ഇന്ന് പുറത്തുവിട്ടത്. 40 ഇടങ്ങളിലായി വെടിക്കെട്ടും വിനോദ പരിപാടികളും പുതുവർഷ രാവിൽ അരങ്ങേറും. 40 ഇടങ്ങളിലായി 48 വെടിക്കെട്ടുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിരവധി വിനോദ പരിപാടികൾ വൈകുന്നേരം ഏതാണ്ട് 7 മണിയോടുകൂടി എല്ലായിടങ്ങളിലും ആഘോഷ പരിപാടികൾ ആരംഭിക്കുമെന്നാണ് ഈ പോലീസിന്റെ അറിയിപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ദുബായ് പോലീസ് ആദ്യമായാണ് ഇത്രയധികം സ്ഥലങ്ങളിൽ വെടിക്കെട്ടിന് അനുമതി നൽകുന്നത്. അതോടൊപ്പം തന്നെ ബുർജ് ഖലീഫയും ദുബായ് ഫ്രെയിമും ഇത് രണ്ടുമായിരിക്കും നഗരത്തിലെ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി എടുത്തു പറയുന്നത്. നഗരം മുഴുവൻ ദീപപ്രഭയിൽ മുങ്ങുന്ന വിധത്തിലുള്ള ദീപാലങ്കാരങ്ങൾ ഇത്തവണ ഉണ്ടാകും. ബുർജ് ഖലീഫ, ഡൗൺ ടൗൺ, പാം ജുമൈറ, ഫെസ്റ്റിവൽ സിറ്റി, ക്രീക്ക്, ബ്ലൂ വാട്ടേഴ്സ് തുടങ്ങി നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷം നടക്കുന്ന സ്ഥലങ്ങൾ. ദുബായ് ഫ്രെയിം, അതോടൊപ്പം തന്നെ മദീനത്ത് ജുമൈറ ബീച്ച് തുടങ്ങി അറേബ്യൻ റേഞ്ചേഴ്സ് തുടങ്ങി ഹത്ത വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇത്തവണത്തെ ആഘോഷം. ഇതുവരെ ഇത്രയധികം സ്ഥലങ്ങളിൽ ദുബായിൽ പുതുവർഷാഘോഷം നടന്നിട്ടില്ല. മറ്റൊന്ന് സുരക്ഷയുടെ കാര്യങ്ങളാണ്. ഏതാണ്ട് 10,000-ഓളം പോലീസുകാരെ പുതുവർഷ ആഘോഷങ്ങളിലെ സുരക്ഷാ ക്രമീകരണത്തിന് വേണ്ടി വിന്യസിക്കും. 1754 അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഇതിന് പുറമേ ഉണ്ടാകും. അഗ്നിശമന സേനയുടെ 165 വാഹനങ്ങൾ, പോലീസിന്റെ 1625 വാഹനങ്ങൾ ഇവയൊക്കെ നഗരത്തിൽ സജീവമായിട്ടുണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ദുബായ് മെട്രോ കൂടുതൽ സമയം സർവീസ് നടത്തും. 43 മണിക്കൂറാണ് തുടർച്ചയായി ദുബായ് മെട്രോയും ട്രാമും സർവീസ് നടത്തുക. 4 മണി മുതൽ വൈകുന്നേരം ഡിസംബർ 31 വൈകുന്നേരം 4 മണി മുതൽ പ്രധാന റോഡുകളൊക്കെ ഈ ബുർജ് ഖലീഫയുടെ പരിസരത്തേക്കുള്ള റോഡുകളൊക്കെ അടയ്ക്കുമെന്ന അറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും വിശദമായിട്ടുള്ള പാർക്കിങ്ങും സുരക്ഷാ സംവിധാനങ്ങൾ ഇതെല്ലാം ആയി ദുബായ് നഗരം ഇന്നുവരെ കാണാത്ത ഒരാഘോഷമായിരിക്കും ഇത്തവണ ഉണ്ടാകുക. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിവുറ്റം, മാതൃഭൂമി ന്യൂസ്.